ഒരു കോമാളി ഇന്ന് വാട്സപ്പിൽ എഴുതിയാണ് ജലാലിയയിൽ പിന്നെ ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ ഖുബൂർ ആരാധന തുടങ്ങി സുജൂദും ചെയ്യാം. ഈ സാധുവിന് വല്ല വിവരമുണ്ടോ? ഈ പരിസരത്തുള്ള ഒരുത്തന്നെ എഴുതിയതാണ്. അപ്പം അതുകൊണ്ട് ഒരു വിവരമല്ല ഒസാലിമാൻ പറഞ്ഞിട്ട് വിവരമല്ലാത്ത ചില ജാതുക്കളുണ്ട്. ഈ പറ്റങ്ങളെ വിചാരത്തൊക്കെ വലിയ ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലാക്കി ദീൻ എന്താന്ന് മനസ്സിലാക്കാത്ത ഓരോ സാധനങ്ങളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതി. മഹാന്മാരായ ആളുകൾ അള്ളാഹുവിൻ്റെ മഹത്തുക്കളുടെ മരണത്തെ സമയത്ത് സ്വപ്നസ്ഖലനമുണ്ടാകും, പരിശോധിച്ചാൽ അറിയാൻ കഴിയും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെപ്പോലത്തെ ഒരു മരിച്ചുമ്പോൾ തീട്ടും മൂത്രവും മാറ്റാണ്ടാകുക. കാട്ടവും മൂത്രവും മാറ്റിയിട്ടാണ് നമ്മളെ മജ്ജത്തിൻ്റെ മുകളിൽ വിരിക്കുക. അതേ സമയത്ത് മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തുന്നത് ഇതേപോലത്തെ മനുഷ്യന്മാർ മരിക്കുമ്പം സ്വപ്നസ്ഖലനമുള്ളതുപോലെ ഇന്ദ്രിയം സ്ഖലിച്ചതായിട്ട് കാണാൻ കഴിയും. അതെന്തുകൊണ്ടാണ്? ഹൂറുലീങ്ങളെ കണ്ടുകൊണ്ട് അവർക്കുള്ള ആ അനുഭൂതി അവർ അനുഭവിക്കും. ഇത് മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തിയ അതാണ് ഈ ചെറിയുടെ രഹസ്യം. അത് ആ ചെറിയ അങ്ങനെ കുറിച്ചുകൊണ്ടാണ് മരിച്ചത്. അങ്ങനെ ആയാൽ പിന്നെന്താണ്? ആ ഉസൂലിനെ ഷൗക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പറയുന്ന പദമാണ് ഇന്തകല ഇലാ റഹ്മത്തില്ല. അല്ലാഹുവിൻ്റെ അനുഭൂതിയിലേക്ക് അവർ നീങ്ങി താമസിച്ചു, മാറി താമസിച്ചു. അങ്ങനത്തെ ആൾക്കാർക്കാണ് ഉറൂസ് നടത്തുക എന്നത്. ഉറൂസ് നടത്തേണ്ട ആൾക്കാരെ അവരാണ്. നമ്മളൊക്കെ മരിച്ചാൽ പെരയിൽ പാത്തിയോതും ആണ്ട് നേർച്ചയല്ല. കൊല്ലത്തിൽ ദിവസം വരുമ്പം നമ്മളെ മക്കളും കുട്ടികളൊക്കെ കൂടിക്കാട്ട് ആണ്ട് കഴിച്ചു, ആണ്ട് കഴിച്ചാന്ന് പറയാം. മറ്റേതിന് ആണ്ട് നേർച്ച ഉറൂസ് അറൂസ് എന്ന് ആ സമയത്താണ് അവരോട് പറയപ്പെടുന്നത്. നംകനൗമത്തിൽ അറൂസ്, പുതിയാപ്പിളാര് ഉറങ്ങണമാതിരി ഉറങ്ങും. അതിനാണ് അറൂസ് എന്ന് പറയുന്നത്. നംകനൗമത്തിൽ അറൂസ്, പുതിയാപ്പിളാര് ഉറങ്ങും പോലെ ഉറങ്ങിക്കോളീന്ന്. അതാണ് അറൂസ് എന്ന് പറഞ്ഞ സാധനം. അത് പറയുക ആരോണ്? കനൗമത്തിൽ അറൂസ് എന്ന് ആരോടാണോ ഖിതാബിടപ്പെടുന്നത് അവരതാണ് ഉറൂസായിട്ട് നടത്തപ്പെടുക. അതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. മൂപ്പര വഫാത്തിൻ്റെ ദിവസമാണ്. ഈ വഫാത്തിൻ്റെ ദിവസം, ആണ്ടിൻ്റെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താ പ്രാധാന്യം എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ മഹാന്മാരായ മഹത്തുക്കളെ മക്കാമിൽ, മക്ബറയിൽ, ആരിഫീങ്ങളെ മക്ബറ, മുഅ്മിനീങ്ങളെ മക്ബറ, അതുപോലെ കാഫിറിൻ്റെ, ഇങ്ങനെ 2-3 സൈസാണുള്ളത്. സാധാരണ മുഅ്മിനീങ്ങളായ ആളുകൾ മരിച്ചാൽ 40 ദിവസം അവിടെ ഒരു മലായിക്കത്തുണ്ടാവും. അവിടെ സിയാറത്തിന് വരുന്ന ആളുകളെ നമ്മൾ സാധാരണ മുഅ്മിനീങ്ങൾ മരിച്ചാൽ ഒരു 40 കഴിച്ചാന്നറിയില്ലല്ലോ. 40 ദിവസം വരെ ഒരു മലായിക്കത്തിന് അല്ലാഹു തആല ഏൽപ്പിക്കും. അവിടെ 7 ദിവസം അതിന് സ്വഭാവമുണ്ട്, 3 ദിവസം മറ്റു ചില തീരുമാനങ്ങളുണ്ട്. ഇതൊന്നും വെറുതെ ഇങ്ങനെ നടത്തണമെന്നല്ല. അള്ളാഹുവിൻ്റെ മഹാന്മാരായ മഹത്തുക്കളെ മക്കാമും നമ്മളൊക്കെ മരിച്ചു കിടക്കണം പള്ളിപ്പറമ്പ് പോയിട്ടുള്ള വ്യത്യാസം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല സായിരീങ്ങളുടെ ദുആക്ക് ആമീൻ പറയാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഇതേപോലത്തെ മനുഷ്യന്മാർ, ഈ ചിരിച്ച് മരിച്ചണ ഉറൂസ് കഴിച്ചണ മനുഷ്യന്മാരുണ്ടല്ലോ, അങ്ങനത്തെ ആളുടെ മക്ബറയിൽ ഖബറുകൾ ഒരു മലക്കിന് ഈ വക്കാലത്താക്കുന്നതാണ്. ഇവിടെ ആരെങ്കിലും സിയാറത്തിന് ചെയ്താൽ, സിയാറത്തിന് വന്നാൽ അവിടെ ആമീൻ പറയണം. ആ മലക്ക് ആമീൻ പറയുമ്പോൾ എന്തു ചെയ്യും? അള്ളാഹു അതിന് ഇജാബത്ത് ചെയ്യും. ഇത് അള്ളാഹു തആല ആരിഫീങ്ങൾക്ക് ചെയ്യുന്ന പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഈ ഔലിയാക്കന്മാരെ മക്ബറയിൽ പോയി കാട്ടുന്നത് ദ്വാരണ ഫലം കിട്ടുന്നത്. മലക്ക് അവിടെ ആമീൻ പറയും. മാത്രമല്ല മുഅ്മിനീങ്ങളായ ആളുകളെ അസ്സലാമു അലൈക്കും നമ്മളെ ബാപ്പാൻ്റെ ഖബറിൽ ചെന്നാൽ ഇല്ലിയീനിൽ നിന്നും റൂഹിനെ മടക്കപ്പെട്ട് വഅലൈക്കും അസ്സലാം എന്ന് പറയുമെന്ന് സാധാരണക്കാരൻ്റെ ഖബറുള്ള റൂഹിൻ്റെ സ്വഭാവം അതാണെന്ന് ഇമാം ബുഖാരി പോലത്തെ മഹാന്മാരായ അയിമ്മത്ത് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയ ഹദീസിലുണ്ട്. സലാമു അലൈക്കും നമ്മളോട് പറഞ്ഞാൽ ഓല ഖബറിലേക്ക്
ഖബറിലേക്ക് റൂഹിനെ മടക്കപ്പെട്ട് സലാം പറയുന്നു. ഇത് ഔലിയൊന്നും വേണ്ട, മൂമിനായാൽ മതി. പിന്നെ ആരിഫീങ്ങളെ കഥ പിന്നെ പറയേണ്ടതുണ്ടോ? അതിന് ഇജാബത്ത് ചെയ്യും എന്ന് മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹദീസിൽ വ്യക്തമായി വന്നിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് ഇത്തരം മക്കാമുകളിൽ അള്ളാഹുവിൻ്റെ മലായികത്തിൻ്റെ പ്രത്യേകമായി ഇത് ആണ്ടിൽ എല്ലാ സമയത്തും ഉണ്ടാവും. ആണ്ടിലൊരു പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിന് ബഹുമാനപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസത്തിന് നാളത്തെ മഗ്‌രിബ് വരെ, നാളത്തെ ദിവസം വരെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ മഹാന്മാരായ മഹത്തുക്കളെ, അർവാഹികളെ എന്നാണോ അവരെ കബറടക്കപ്പെട്ടത് ആ ദിവസത്തിൽ അവരുടെ മസാറുകളിൽ, അവരെ ഖബറുകളിൽ അവരെ റൂഹിനെ മടക്കപ്പെട്ടുകൊണ്ട് അവരെ സന്തോഷിക്കുകയും അവരെ വന്ന് തവസ്സുൽ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങളും ഷഫായത്തും അവർ ചെയ്യാൻ പ്രത്യേക അധികാരം അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്നും നാളെയും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇവിടെ വന്ന് ദ്വാരന ഇജാബത്ത് കിട്ടും എന്ന് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിലെ തെളിവാണ് മഹാനവറുകളുടെ വഫാത്ത് നമ്മളെ സൂചിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഞാൻ പറഞ്ഞില്ല 130 മണ്ഡലങ്ങളിൽ UDF ജയിച്ചാലും ഈ തീവ്രവാദി തോൽക്കണം എന്നൊരു ആഗ്രഹക്കാരനാണ് ഞാൻ. 139 മണ്ഡലത്തിൽ UDF ജയിച്ചോട്ടെ, പക്ഷെ ഈ തീവ്രവാദി തോൽക്കണം. ഇവനും എൻ്റെ കുട്ടികളും പെണ്ണുങ്ങളും വാപ്പയും കുടുംബക്കാരും ലീഗരും അല്ലാത്തവരൊക്കെ തീവ്രവാദികളാണ്. എന്നാ ഉറച്ചു നിൽക്കും അവന് ഇല്ല. ഇവനായത് സുന്നി പണ്ഡിതന്മാരെ ചീത്ത അറിയാത്തത്. ഇന്നിപ്പം വഹാബികളെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം ഓൻ്റെ മതം അതാണ്. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓൻ്റെ മതമായിരുന്നു ഓനക്ക് പ്രശ്നം. തലയിക്കെട്ട് കണ്ട ഓനക്കും നമ്മളെ വത്തായക്കോളം ബസീറിനൊക്കെ ഒരു വിറച്ചിലാണ്. ഈ ചുവന്ന തുണി കണ്ട മൂരിയോളം മാതിരി ഒരു വെറുങ്ങലിക്കലാണ്. അപ്പോൾ സജറ ഗ്രൂപ്പ് മാത്രമല്ല, ഇവനക്ക് വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ മൊത്തം ഒരുമിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ ഒരു തീവ്രവാദിയാണ്, ഒരു ഇസ്ലാമിക ഒരു വഹാബി തീവ്രവാദിയാണ് ഇവന്. അല്ല, AP കൊലുണ്ടാക്കി നമുക്ക് അറിവില്ല. കാരണം വല്ലാതെ തിണ്ണ നിരങ്ങിക്കണല്ലോ ഇപ്രാവശ്യം ലീഗിൽ പോയിട്ട്. AP ഉസ്താദിൻ്റെ തിണ്ണാണ്ട് നിരങ്ങിയിട്ട് അവിടുത്തെ അണ്ടിയും പരിപ്പും ബദാമും ഒക്കെ കഴിച്ചിരിക്കുന്നു. അപ്പോൾ വല്ലാതെ AP ഇപ്രാവശ്യം കളിക്കൂല എന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു സ്ഥലത്ത് നിന്ന് ചെറിയ പ്രശ്നം കേൾക്കാന്നല്ല, ബാക്കിയൊക്കെ ഉമ്മർ പൈസക്കും അമ്പലക്കടവിനും കുന്നംകുളം പൈസക്കും വേറെ ഏതൊക്കെ മൂല്യന്മാർക്കായിരുന്നു. AP വല്ലാതെ പറഞ്ഞിരുന്നില്ല. AP കോലുണ്ടാക്കുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ഉമ്മർ പൈസതും അമ്പലക്കടവിൻ്റെ ഒക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. AP അതിന് വിഷയമല്ലല്ലോ. AP ഇപ്പം നിങ്ങൾക്ക് പുത്തരിയല്ലല്ലോ, എന്നും ഉണ്ടാക്കണതല്ലേ. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ മാത്രമല്ലേ ഒരു സുഖം ഉണ്ടായിട്ടുള്ളൂ. ചെറിയൊരു സുഖം ഉണ്ടായത് പഞ്ചായത്ത് ഇലക്ഷനിൽ. അതിന് മുന്നൊക്കെ ഞങ്ങൾ തെറിപ്പാട്ടല്ല, മൗലൂദ് രൂപത്തിലൊക്കെ തെറിപ്പാട്ടുണ്ടാക്കിയിരുന്നു. ഞമ്മക്കിവിടെ പൊട്ടിക്കരഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളെ സുന്നികൾക്ക് പൊട്ടിപ്പോയി സുന്നികളെ ഞങ്ങൾ വല്ലാതെ വേട്ടയാടി ഈ വഹാബി ലീഗേര്. ആ ഒരു സങ്കടമുള്ളൂ, ആ ഒരു പ്രശ്നമുള്ളൂ. അല്ല ഇപ്പം നിങ്ങൾ ഭരണത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളെ പള്ളി നിങ്ങൾ ആക്രമിക്കും. ഇപ്പം AP മാത്രമല്ല ഈക്കക്കാരതും ആക്രമിക്കും. ഖുർആങ്ങൾ കത്തിക്കും. മദ്രസ കത്തിച്ചിട്ട് AP ഈക്കക്കാരിലും പേരിലിഞ്ഞിടും. വഹാബികളെ കത്തിക്കുക വഹാബി ലീഗേരെ. അങ്ങനത്തെ ഒരു പേടിയുള്ളൂ. വേറെ എന്തൊക്കെ പേടികൾ? വേറെ ഇപ്പം നിങ്ങൾ റേഷൻ കാർഡ് വിട്ടൊന്നുമില്ലല്ലോ. പിന്നെ നാട് കടത്താനുള്ള ഓർഡർ നിങ്ങൾക്ക് കിട്ടൂല. അതിനിപ്പോൾ കേന്ദ്രം വേണം. അല്ല അപ്പം ഞങ്ങൾക്ക് എന്താ പേടി? 10 കൊല്ലം ഇടതുപക്ഷം ഭരിച്ച് ഇനി ഒരു 5 കൊല്ലം നിങ്ങളും ഭരിക്കും. നിങ്ങൾ ഭരിച്ച നിങ്ങൾ 10 കൊല്ലത്തെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടല്ല, നിങ്ങൾ എത്തിക്കോളി. കാരണം പോക്കറ്റൊക്കെ വീർപ്പിച്ചോളി. പക്ഷേ സുന്നോളെ നേരക്ക് കയറരുത്. കാരണം AP ഈക്കും കൂടിയാണ് ഒന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പമ്പര കിടക്കും. നിങ്ങളെ ലീഗും ഉണ്ടാവില്ല, ചട്ടി ഉണ്ടാവില്ല, മുട്ടി ഉണ്ടാവില്ല. AP നിങ്ങൾ വേട്ടയാടിയൊക്കെ ഇങ്ങനെ ബാക്കി മറ്റേ ഈക്കക്കാർ നിങ്ങളെ ബാക്കിൽ ഇരുന്ന് ഇങ്ങനെ ചിരിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ഓൽക്കും കിട്ടൽ തുടങ്ങിയിരിക്കണ്. അപ്പം ചിരിക്കണവരൊക്കെ ഇപ്പോൾ കരച്ചിൽ തുടങ്ങിയിരിക്കണ്. നമ്മൾ ചിരിച്ചത് വെറുതെ ആയി. ഈ AP പോലും അല്ല ഉപദ്രവിച്ചിരിക്കുന്നത് ഓൽക്കും മനസ്സിലായിക്കണം. അപ്പം നിങ്ങൾ AP വല്ലാതെ ഉണ്ടാവില്ല, പക്ഷെ ഈക്കക്കാരങ്ങൾ നല്ല ഉപയോഗിക്കും, പിന്നെ ഉപദ്രവിക്കും. ഇപ്പോൾ സാജി പറഞ്ഞില്ലേ, കുന്നംകുളം വാക്കവിനൊക്കെ നിങ്ങളെ
ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യും. ഏതായാലും ഉമ്മർ ഫൈസറെ കോലം ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞിട്ട്, അമ്പലക്കടവിൻ്റെ ചെറിയൊരു കുട്ടിക്കോലും. അപ്പോൾ പുത്തൻതാണി വെച്ചിട്ട് ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ട്. 2 മണ്ഡലം കൂടിയുള്ളൂ, ഒന്ന് കോട്ടക്കം മണ്ഡലം ഒന്ന് തിരൂർ മണ്ഡലം, രണ്ടും കൂടി ചേരുന്ന സ്ഥലമാണ്. ഇപ്പോൾ കോട്ടക്കം മണ്ഡലത്തിൽ ജയിച്ചാലും കോലം ഉപയോഗിക്കുക, തിരൂർ മണ്ഡലത്തിൽ ജയിച്ചാലും കോലം ഉപയോഗിക്കുക. എവിടെയെങ്കിലും ഒന്ന് തോറ്റിച്ചിട്ട് കോലം ഉണ്ടാക്കിയത് നഷ്ടപ്പെടൂല. പണ്ട് മദനിയുടെ അതേമാതിരി കാലില്ലാതെ വരുത്താൻ അവിടെ തിരുനാവായിന്ന് വന്നിക്കാണ്ട് കാടാമ്പുഴ ആ ഭാഗത്ത് വെട്ടിച്ചിറ ഭാഗത്തൊക്കെ പ്രകടനം നടത്തിയിരുന്നു, ആ വീൽ ചെയറിൽ നിന്നിട്ട്. ഓനെ ആക്സിഡന്റ് ആയിട്ട് ഓൻ്റെ കാലം അതുപോലെ ആവും ചെയ്ത്. അതിപ്പോൾ എന്തുകൊണ്ടാന്ന് നമുക്ക് അറിയില്ലട്ടാ. എല്ലാവരും പറഞ്ഞിരുന്നു മദനിനെ കളിയാക്കിയിട്ടാണ്. പിന്നെ ലീഗിന്റെ കിതാബ് ഓതിയ പിന്നെ കളവ് പറഞ്ഞിട്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിച്ചിട്ടല്ലേ പരിചയമുള്ളൂ. ഇപ്പൊ ഈ സുന്നികളെ തമ്മിൽ തല്ലിപ്പിച്ച ഒക്കെ ഈ വഹാബി ലീഗേരാണല്ലോ. കാരണം വഹാബി ലീഗിന്റെ നേതാക്കന്മാരുടെ 99% വഹാബികളാണ്. മുസ്ലിങ്ങളില്ല. ഇനിയിപ്പോൾ വഹാബി അല്ലാത്ത ആളുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ വഹാബി സ്റ്റേജിൽ പോയ ഇതാണ് വലിയ നവോത്ഥാന നായകന്മാർ വഹാബികളാണെന്ന് പറഞ്ഞ സുന്നികളാണുള്ളത്. മുസ്ലിങ്ങളാരും കുറവാണ് ഇതിൽ, ഒക്കെ വഹാബികളാണ്. ഇപ്പൊ പ്രസിഡന്റ് വരെ വഹാബികളല്ലേ, വഹാബി ആശയത്തിൽ വഹാബി സ്റ്റേജിക്കല്ലേ പോണത്. സുന്നിയോളെ സ്റ്റേജിക്ക് വരുന്നില്ലല്ലോ. സുന്നിയോളെ സ്റ്റേജിക്ക് വരണമെങ്കിൽ പല നിബന്ധനകളും വേണം. അത് പ്രസിഡന്റിന് ഇഷ്ടപ്പെടാത്ത മൗലന്മാരൊന്നും അതിൽ പാടില്ല. ഈ ദീൻ എന്താണെന്നും അറിയാത്ത ഈ പ്രസിഡന്റിന്, ഇൽമ് പഠിക്കാത്ത പ്രസിഡന്റിനും തലകെട്ട് മൗലന്മാരെ വഹാബികളെ മാതിരി ദേശീയമാണ്. സുന്നീസം പറയുന്ന മൗലന്മാരൊക്കെ ഒഴിവാക്കും, എന്നിട്ടാണ്ട് വരുള്ളൂ. മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ഉണ്ടല്ലോ സലാം, PMA സലാം, ഓന്തേ നിൽക്കാഞ്ഞത്? ഓന് ധൈര്യം പോരാ. കാരണം AP-ക്കാർ ഈക്കക്കാർ ഓനിട്ട് ആട്ടും ഉറപ്പാണ്. ഓന് പച്ചയായിട്ട് ലീഗിന്റെ സ്റ്റേജിൽ നിന്ന് ഓനക്ക് വോട്ട്, ഓൻ്റെ പാർട്ടി ആക്കിയ ആൾക്കാരെ പണ്ഡിതന്മാരെയും ഔലിയാക്കളെയും ഒക്കെ പിന്നെ പച്ചത്തെറി പറഞ്ഞവനാണ്. ഓന്തേ നിൽക്കാഞ്ഞത്? ആ കെട്ടി വെച്ച പൈസ കിട്ടൂല എന്ന് നമുക്ക് ഉറപ്പായിരുന്നു. എവിടെ നിന്നാലും. അപ്പൊ അതുപോലെ ഒരു കുറച്ച് ടീമുണ്ട് ഇതിൽ. ഏത് പണ്ഡിതന്മാരും സയ്യിദന്മാരും പച്ചത്തീട്ടം നിന്ന് കുറച്ച് ടീം ഓരോ പച്ചർച്ച തിന്നാൻ വേണ്ടിയിട്ട് മാത്രം ലീഗിൽ കയറി കൂടിയ. ലീഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അതൊരു പൊതു പ്ലാറ്റ്ഫോമാണ്. അവിടെ വഹാബിസം പറഞ്ഞാലോ? വഹാബിസം പറയുന്ന പോലെ സ്റ്റേജിൽ പോയിക്കോട്ടേന്ന്. ഇഷ്ടംപോലെ സ്റ്റേജ് ഉണ്ടല്ലോ, ഇപ്പൊ 5-8 ഗ്രൂപ്പ് ഉണ്ടല്ലോ, എല്ലാ ഗ്രൂപ്പിലും പോവാലോ. രാഷ്ട്രീയ നേതാക്കന്മാരല്ലേ. അല്ല, ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷം ഭരിച്ചു, ഇനി 5 വർഷം റെസ്റ്റ് എടുക്കാം. നേരെ കുറച്ച് UDFനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ല, ഒന്ന് തൂറി മെലിയും. ജയിച്ചാൽ തന്നെ തൂറി മെലിയും. ഇപ്പൊ ഈ ഇടതുപക്ഷം കൊണ്ടുപോയ രീതിയിൽ കേരളത്തെ കൊണ്ടുപോകാൻ കോൺഗ്രസിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? UDFന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? മുഴുവൻ ജനങ്ങളിരുന്ന് പൈസ പിരിച്ചിട്ട് KSRTC മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ആരിടം പറഞ്ഞ് എന്ത് KSRTC പൂട്ടേണ്ട ആവശ്യമില്ല, താനെ പൂട്ടി പോകുന്നു. അങ്ങനെ താനെ പൂട്ടി പോകുന്ന അവസ്ഥയിൽ നിന്ന് ലാഭത്തിലെത്തിച്ചത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ഇനിയിപ്പോൾ പുതിയ പ്രകടന പത്രികയിൽ പറഞ്ഞെന്താ, UDF പെണ്ണുങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബസ് യാത്ര കൊടുക്കുമെന്ന്. തൂറി മെലിയും. അധികാരത്തിൽ അല്ലെങ്കിൽ ജയിക്കട്ടെ, കാണാം നമുക്ക്. മക്കളെ തൊട്ട് കളിച്ച കൊല്ലാതെ മക്കളെ പോകുന്ന മക്കളെ പോകുന്ന കളി ഞങ്ങൾ ഏതെങ്കിലും കുട്ടിയെ തൊട്ട് കളിച്ചാൽ ഓർത്തോ സുടാപ്പിക്കാരാ വലിയ കൊള്ളാക്കുന്ന അതിൻ്റെ മക്കളെ താപ്പിക്കോറ വാട പാട ഒറ്റപ്പെടുന്നു അതിൻ്റെ വാട വാട ബോട കളിച്ചത് അതിൻ്റെ മക്കളെ കളിച്ചത് കാണുന്ന അതിൻ്റെ മക്കളെ എന്താ അതിൻ്റെ മക്കളെ എന്താ അതിൻ്റെ മക്കളെ പോകുന്ന പോളിയാളി മക്കളെ അതിൻ്റെ മക്കളെ അങ്ങനെ വെച്ചേ കയ്യോ പുള്ളിയെ കൊണ്ട് പോളിയാളി മക്കളെ
ഞാൻ മക്കളെ കളി പണിയെടുക്കണേ, കളിച്ചാൽ ഓർത്തോ ഒരു മക്ക എന്താടാ വിചാരിച്ചേ അതിനെ പറയാം. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.